ഇപ്പം നമ്മള് പഠിക്കുന്ന സമയത്തായിരുന്നു നല്ല പ്രോജക്ട്സുകളൊക്കെ വന്നിട്ടുള്ളത്. മമ്മി പറഞ്ഞു കേട്ട അറിവാണ്. ഇപ്പം എൽസമ്മ എന്ന ആൺകുട്ടി, പിന്നെ അങ്ങനെ കുറച്ച് പ്രോജക്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം പഠിക്കേണ്ട സമയത്ത് പഠിത്തം തന്നെയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം 3 പേരും പഠിച്ചിറങ്ങി. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനാണെങ്കിലും ഓക്കെ, കാരണം എപ്പോഴും ആർട്ട് നമുക്ക് ഉള്ളിലുണ്ട്. കൊച്ചിലേ മുതൽ നമ്മൾ കാണുന്നു, നാടകം തൊട്ട് നമ്മൾ കാണുന്നു, ഒരുങ്ങുന്ന മമ്മിയെ നമ്മൾ ബാക്ക് സ്റ്റേജിൽ പോയി നോക്കുന്നു. അപ്പം എസ്പെഷ്യലി നമ്മൾ ഗേൾ ആയതുകൊണ്ട് മമ്മി ഒരുങ്ങുന്നതും നമുക്ക് അപ്പോഴേ ഡ്രീം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അത് ഉണ്ട്. അപ്പം ഞാൻ ഇപ്പൊ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ആക്റ്റീവായിട്ട് ആർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മിസ്സിങ് അങ്ങനെ വന്നിട്ടില്ല. എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു, പിന്നെ ഇതുപോലെ മൂവി എന്ന് പറയുന്നത് നമുക്ക് പറയുമല്ലോ, അത് അതിനൊരു ടൈമുണ്ട്, അത് വന്നു ചേരേണ്ടതാണെങ്കിൽ വരും. അപ്പൊ അത് ഞാനും ബിലീവ് ചെയ്യുന്നതാണ് ആ ഒരു കാര്യത്തിൽ. അപ്പം വന്നത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ആണ്. അപ്പം പോയതിനെ പറ്റി ഞാൻ അങ്ങനെ ഒരിക്കലും മമ്മിയോട് പറഞ്ഞിട്ടില്ല എന്നെ എന്താ വിടാതിരുന്നേ. ഒരിക്കലും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഞാനിപ്പോ ഓസ്ട്രേലിയയിൽ നിൽക്കില്ല, അല്ലേ, ഒരു പൊസിഷനിൽ എത്തില്ല. പിന്നെ നമുക്ക് മൂവി എല്ലാവർക്കും റീച്ചബിൾ ആണ്. നമ്മൾ പരിശ്രമിച്ച് നമ്മൾ അതിന് സമയം കണ്ടെത്തി ചെയ്യുവാണെങ്കിൽ. എപ്പോഴും നമ്മുടെ പ്രയോറിറ്റി മാറുന്നോണ്ടാണ് ഇപ്പം വരാത്തത്. അപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.